രവിവർമ്മയുടെ അവസാന കാലഘട്ടത്തിനെ കുറിച്ചും കൂടെ പറയണം. ഞാൻ രവിവർമ്മയെ കുറിച്ചിട്ട് ജനറലായിട്ട് അങ്ങ് പറയാം. വെച്ചാൽ അദ്ദേഹത്തിന് നിങ്ങൾക്കറിയാം രാജാരവിവർമ്മയെ കുറിച്ച് ഞാൻ എനിക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എത്രയോ പുരസ്കാരങ്ങൾ നേടി. 1848 ഏപ്രിൽ 29 ജനിച്ച് 1906 ഒക്ടോബർ 2 അദ്ദേഹം നമ്മെ വിട്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം ഗംഭീരമായിരുന്നു. ഹി ബിക്കെയിം ദി ഫാദർ ഓഫ് ഇന്ത്യൻ മോഡേൺ പെയിൻറ്റിങ്, അല്ലെ ഭാരതത്തിൻ്റെ ചിത്രകാരൻ്റെ ആ ടൈറ്റിൽ അദ്ദേഹമാണ്. ഇന്നും രവിവർമ്മ മാത്രമേ ഉള്ളൂ എന്ന് പോവാറുണ്ട് നമുക്ക്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, രാജാ രവിവർമ്മയുടെ ജന്മഭൂമി ഇതായിരുന്നെങ്കിൽ കർമ്മഭൂമി മുംബൈ എന്ന് പറയുന്ന മഹാനഗരമാണ്. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റ്സും, ബറോഡ, പൂന, മുംബൈ, അവിടുന്ന് അങ്ങോട്ട് കൽക്കട്ട, ഇങ്ങനെ ഹിമാലയം എല്ലാം അങ്ങനെ യാത്ര ചെയ്തിരുന്ന ആളായിരുന്നു. മുംബൈയിൽ അദ്ദേഹം സ്വന്തമായിട്ട് സ്റ്റുഡിയോയും ബംഗ്ലാവും ഒക്കെ അവിടെ തന്നെ താമസിച്ചിരുന്നത്, പഴയ ഓൾഡ് മുംബൈയിൽ. അതിനുശേഷം 1894 രവിവർമ്മ ഘാട്ട്കോപ്പർ എന്ന സ്ഥലത്ത് ഹി സ്റ്റാർട്ടഡ് ഹിസ് പ്രിൻറ്റിംഗ് പ്രസ്. ആ പ്രിൻറ്റിംഗ് പ്രസ് പിന്നെ ലോനാവാല എന്ന് പറഞ്ഞ സ്ഥലത്ത്, പൂനെയ്ക്ക് അടുത്ത് ലോനാവാല എന്ന് പറഞ്ഞ സ്ഥലത്ത് 100 acres ലാൻഡ് പർച്ചേസ് ചെയ്ത് അന്നത്തെ കാലത്ത് 85,000 rupees ഇന്ത്യൻ മണി ഇൻവെസ്റ്റ് ചെയ്ത് ജർമ്മനിയിൽ നിന്ന് മെഷീനറീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് ടെക്നീഷ്യൻസിനെയൊക്കെ കൊണ്ടുവന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് രവിവർമ്മ പ്രിൻറ്റിംഗ് പ്രസ്. ആ പ്രസ്സിൽ നിന്നാണ് ഇന്ന് കുടിൽ തൊട്ട് കൊട്ടാരം വരെ, അതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. തൻ്റെ ചിത്രങ്ങൾ കൊട്ടാരങ്ങളിലും പ്രഭുകുടുംബങ്ങളും മാത്രമാവരുത്, സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തണം. അങ്ങനെയാണ് ആ പ്രിൻറ്റിംഗ് പ്രസ് തുടങ്ങിയത്. ആ പ്രിൻറ്റിംഗ് പ്രസ്സിൽ നിന്നും പുറത്തിറങ്ങിയ ചിത്രങ്ങളാണ് ഇന്ന് ഇന്ത്യയും ലോകത്തിൻ്റെ പല ഭാഗത്തും ഉള്ളത്.